ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് കാണാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടൊരു ഭാഗമാണ് ശരത്തിൻ്റെ പേരിലുള്ള കേസ് ചന്ദ്ര പിൻവലിച്ചു എന്നൊക്കെ വക്കീൽ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ സച്ചിക്ക് വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ. എന്നാൽ വക്കീൽ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മ ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സച്ചിക്ക് മാത്രമല്ല, ഈ ഒരു വിവരം കേൾക്കുന്ന സമയത്ത് രേവതിക്കും രവിക്കും എല്ലാം തന്നെ ഭയങ്കര സന്തോഷമാവും. എന്നാൽ മാറി ഇന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിയും അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ചന്ദ്ര ഈ ഒരു കേസ് പിൻവലിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇരുവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം നമ്മുടെ രവി ചന്ദ്രയോട് പോയിട്ട് ശരത്തിന്റെ പേരിലുള്ള കേസൊക്കെ പിൻവലിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊന്നും തന്നെ രവിയുടെ വാക്കിന് ഒരു വിലയും നൽകാതെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കേസ് പിൻവലിക്കില്ല, ഇനിയിപ്പോൾ കേസ് പിൻവലിക്കണമെന്നാണ് സച്ചി രേവതി ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണേ, എന്നാൽ മാത്രമാണ് കേസ് പിൻവലിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തിരികെ വരുന്ന സമയത്താണ് ശ്രുതിയും കൂടിയിട്ട് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ എന്ന വണ്ണം ചന്ദ്രയെ പോയി കണ്ടതിന് ശേഷം ഒരിക്കലും ഈ ഒരു കേസ് പിൻവലിക്കരുതെന്നൊക്കെ പറയുന്ന സമയത്ത് താനായിട്ട് ഒരിക്കലും ഒരു കേസ് പിൻവലിക്കുകയില്ല, അവനെ താൻ ജയിലിലേക്ക് പറഞ്ഞയക്കുക, രേവതിയോട് പ്രതികാരം വീട്ടാൻ പറ്റിയ നല്ലൊരു നിമിഷമാണ് ഇതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ചന്ദ്ര പിൻവലിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഷോക്കാവുന്നത് ശ്രുതിക്കാണ് കേട്ടോ. എന്നാൽ ചന്ദ്ര ഈ ഒരു കേസ് പിൻവലിച്ചു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് സച്ചി രേവതിയും കൂടെ മനസ്സിൽ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞു, അമ്മയ്ക്ക് ചെറുതായിട്ടാണെങ്കിൽ നമ്മളോട് സ്നേഹമുണ്ട്, എന്തായാലും ഒരു അമ്മയല്ലേ, പെറ്റ മനസ്സല്ലേ എന്നൊക്കെ ഇനി ചിന്തിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ രവിയും പറയട്ടെ, എന്തൊക്കെ വന്നാലും ചന്ദ്ര എൻ്റെ വാക്കിന് വില നൽകുന്നവളാണ്, ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുസരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷേയും പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റിക്ക് കുറച്ച് സമയം നമ്മൾ ആലോചിക്കാൻ സമയം കൊടുത്തല്ലേ, അതുകൊണ്ട് തന്നെയാണ് ആൻറ്റി ഒരു നല്ലൊരു തീരുമാനം എടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പണം വക്കീലിൻ്റെ നിന്ന് മേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നൊന്നും അറിയാതെ തന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊന്നുമല്ല, കാരണം മറ്റെന്തോ ഒരു കാരണം ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്നുകിൽ അങ്കിൾ എന്ന് സംസാരിച്ച സമയത്ത് ആൻറ്റിയുടെ മനസ്സ് മാറിക്കാണാം, അതല്ല എന്നാണെങ്കിൽ ഇതിന് പകരമായിട്ട് ആൻറ്റിക്ക് എന്തൊക്കെയോ ലഭിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയണമെന്നാണ് ഭാമാൻ്റിയോട് പോയി സംസാരിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ശ്രുതി വേഗം തന്നെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലാണ്. ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതിനെ കാണുമ്പോൾ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഭാമ പറയുകയാണ്, എനിക്ക് ആകെ മേലിനും തലയ്ക്കൊക്കെ ഭയങ്കര വേദനയാണ് ശ്രുതി, എന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കൊരു മസാജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മസാജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ചന്ദ്രയുടെ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ചന്ദ്ര കേസ് പിൻവലിക്കാനുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുന്നുണ്ട്. ഭാമയാണെങ്കിൽ അറിയാതെ എല്ലാ സത്യങ്ങളും പറയുകയും ചെയ്യട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ചെയ്തിരിക്കുന്ന ആ ഒരു വലിയ ചതി ആദ്യമേ തന്നെ തിരിച്ചറിയുന്ന ശ്രുതിയാണ്. ശ്രുതി തന്നെയാണ് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതും. പിന്നീട് നമ്മുടെ സച്ചയൊക്കെ അറിയുന്നുണ്ട്, അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ പിന്നത്തെ എപ്പിസോഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.